ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതിൻ്റെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. John chapter 1 verse 12. Yet to all who did receive him, to those who believed in his name, he gave the right to become children of God. Amen. നാം എല്ലാവരും ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരാണല്ലേ? അത് യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന, യേശുവിനെ കർത്താവെന്ന് സ്വീകരിക്കുന്ന, യേശുവിനെ ദൈവമെന്ന് അവൻ കൈക്കൊള്ളുന്ന ഏതൊരു മനുഷ്യനും, കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അത് ഏത് മതസ്ഥരായിരുന്നാലും ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നാലും ഏത് വർഗവർണ്ണ വ്യത്യാസമെന്നേ ആമേൻ, അത് ഏവർക്കും ദൈവം ഒരു അധികാരം കൊടുക്കുന്നു. എന്താണ് അധികാരം? ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. അങ്ങനെ യേശുവിനെ കൈക്കൊള്ളുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ ആഴമായി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. നമുക്കൊരു പിതാവുണ്ടെന്ന്, സ്വർഗസ്ഥനായ പിതാവുണ്ടെന്ന് നമുക്ക് പറയുവാൻ ഇടയായി തീരുന്നത്. സ്തോത്രം. ഈ നാളുകളിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മറുതലിച്ച് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ, യേശു ക്രിസ്തുവിനെ ഇന്ന് വരെയും വിശ്വസിക്കാതെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആമേൻ, നമുക്ക് വേണ്ടിയാണ് പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. ആമേൻ, സ്തോത്രം. ക്രൂശിക്കപ്പെട്ടത്, 3-ാം നാൾ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ യേശു ക്രിസ്തുവിനെ നാം പൂർണ്ണമായി വിശ്വസിക്കുക, യേശുവിനെ കർത്താവായി നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുക, നാം ദൈവമക്കളായി തീരും. സ്തോത്രം. ഇവിടെ നമ്മുടെ ജഡത്തിലെ മാതാപിതാക്കൾ നമ്മെ ഉപേക്ഷിച്ചാലും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മെ നടത്തും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ അധികാരം പ്രാപിച്ചവർ അതേ ഒരു ഫ്രീഡത്തോടെ വീണ്ടും നാം വിശ്വസിച്ചു യേശുവിനെ കൈക്കൊണ്ടു ദൈവമക്കളായി തീർന്നു. അതോടെ അവസാനിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. Praise the Lord. Romans chapter 8 verse 14. For those who are led by the Spirit of God are the children of God. Hallelujah. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളുകയും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതോടുകൂടെ ആ അധികാരം ലഭിച്ചു. അതോടുകൂടെ അവിടെ നമ്മുടെ ഡ്യൂട്ടി തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നാം ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് അല്ലേ? നാം ജീവിക്കുന്ന എല്ലാ സമയത്തും നാം എങ്ങനെ ജീവിക്കണം? ദൈവാത്മാവിനാൽ നടത്തുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്പിരിറ്റ് ഓഫ് ഗോഡ് ലെഡ് ചെയ്യുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. സ്തോത്രം. ദൈവാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തും. നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കും. അവൻ ശരിയേതാണ് തെറ്റേതാണെന്ന് നമ്മെ ഉപദേശിക്കും. നാം പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം തന്നെ നമ്മെ ഉപദേശിച്ച് നമ്മെ നടത്തുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരുമുണ്ട്. ആമേൻ. സ്തോത്രം. ജഡ സ്വഭാവത്താൽ നടക്കുന്നവരും ഉണ്ട്. ഈ നാടുകളിൽ നാം ദൈവാത്മാവിനാൽ നടക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനാൽ നടക്കുന്നവർ ആമേൻ, സ്തോത്രം. അവരുടെ പ്രത്യേകത 13-ാം വചനത്തിൽ: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ സകലതും ആത്മീയമായി ചിന്തിക്കും, ആത്മീയമായി വീക്ഷിക്കും, ആത്മീയമായി ദർശിക്കും, ആത്മീയമായി സംസാരിക്കും, ആത്മീയമായി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാനിടയായി തീരും. സ്തോത്രം. 6-ാം വചനത്തിൽ വായിക്കുന്നു: ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഏതൊരു കാര്യവും നമ്മുടെ ജഡത്തിൽ നാം ചിന്തിച്ച് നാം കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നാം ദൈവത്തിൻ്റെ ശത്രുക്കളാകുന്നു. സ്തോത്രം. യാക്കോബ് ലേഖനത്തിൽ പറയുന്നു: ലോകത്തെ സ്നേഹിക്കുന്നവനൊക്കെ, ലോകസ്നേഹം ദൈവത്തോട്
ശത്രുത്വം. ഇവിടെ വായിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ആയതിനാൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി നാം മാറേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ വണ്ണം ദൈവാത്മാവിനെ നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിൻ്റെ വരവോളം നമ്മുടെ മരണം വരെയും ആമേൻ ദൈവത്തിൻ്റെ മക്കളായി തന്നെ നമുക്ക് ജീവിക്കുവാനും ആമേൻ ഫ്രൈസലോ ജയത്തോടെ ജീവിതം ചെയ്ത് പാപത്തെയും ലോകത്തെയും സാത്താനെയും ജഡത്തെയും ജയിച്ചു മുന്നേറി ആ സ്വർഗ്ഗരാജ്യത്തിന് അവകാശം പ്രാപിക്കുവാൻ നമുക്കിടയായി തീരുമായതിനാൽ യേശുവിനെ വിശ്വസിക്കാം, യേശുവിൻ്റെ നാമത്തെ കൈക്കൊള്ളാം. ഫ്രൈസലോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടാം, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നത് ഈ നാളുകളിൽ കർത്താവേ യേശുവേ നിങ്ങൾക്ക് ദൈവമക്കളാകുവാൻ അങ്ങ് അധികാരം നൽകിയിരിക്കുന്നു. എന്നാൽ അധികാരം പ്രാപിച്ചിട്ട് സ്വാതന്ത്ര്യത്തോടെ ദൈവഹിതമില്ലാതെ ജീവിക്കുവാനല്ല അപ്പ, അങ്ങയുടെ ആത്മാവിനാൽ നടത്തപ്പെട്ട് എപ്പോഴും ദൈവമക്കളായി തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ ഞങ്ങൾ പ്രവേശിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവാത്മാവേ ഞങ്ങളോട് കൂടെ ഇരുന്ന് അപ്പാ നിങ്ങൾക്ക് നല്ല ആലോചനകളെ നൽകി ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.